Hello friends, welcome to eureka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പുതിയൊരു പാറ്റേൺ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പാറ്റേൺ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇത് ഞാൻ മുമ്പ് സ്റ്റാർ പാറ്റേൺ 3, സ്റ്റാർ പാറ്റേൺ 4 എന്ന് പറഞ്ഞ രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കോമ്പിനേഷൻ ആണ് ഈ പാറ്റേൺ. അതായത് ഏകദേശം ഇവിടെ വരെ വരുന്നത് ഇത്രയും വരെ കാണിക്കുന്നതായിരുന്നു തേർഡ് പാറ്റേൺ. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ തൊട്ട് ഇങ്ങനെ കുറഞ്ഞു വരുന്നതായിരുന്നു എന്റെ ഫോർത്ത് പാറ്റേൺ. അപ്പോൾ അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫിഫ്ത്ത് പാറ്റേൺ കിട്ടും. ആ രണ്ട് ലൂപ്പ് കൂടെ നമ്മൾ കമ്പൈൻ ചെയ്താൽ മതി. പിടിയിട്ടല്ലോ. അപ്പോൾ ഇതാണ്. ഇപ്പൊ ഞാൻ ഈ പാറ്റേണിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. അതായത് ഈ കൂടി വരുന്നിടം വെച്ചിട്ട് കൂടി വന്ന ഒരു റേഞ്ച് വരെ എത്തിയിട്ടല്ലേ അത് കുറഞ്ഞു വരുന്നത്. അപ്പൊ ഈ കൂടി വരുന്ന മാത്രം പാറ്റേൺ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ആദ്യം കുറച്ച് സ്പേസ് പ്രിന്റ് ആയതിനു ശേഷമാണ് സ്റ്റാർ പ്രിന്റ് ആയിരിക്കുന്നത്. ശരിയല്ലേ? ഈ ഫസ്റ്റ് പാറ്റേൺ മാത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഒരു 4 സ്പേസിന് ശേഷം ഒരു സ്റ്റാർ, പിന്നെ ഒരു 3 സ്പേസിന് ശേഷം 2 സ്റ്റാർ, പിന്നെ 2 സ്പേസിന് ശേഷം 3 സ്റ്റാർ. അങ്ങനെ സ്പേസിന്റെ എണ്ണം കുറഞ്ഞു വരുന്നു, സ്റ്റാറിന്റെ എണ്ണം കൂടി വരുന്നു. ഓക്കെ, അതാണ് ഒരു റേഞ്ച് വരെ. നെക്സ്റ്റ് താഴത്തെ പ്രിന്റ് ആയിരിക്കുന്ന എങ്ങനെയാണ്? ആദ്യം ഒരു സ്പേസിന് ശേഷം 5 സ്റ്റാർ, പിന്നെ 2 സ്പേസിന് ശേഷം 4 സ്റ്റാർ. ഇങ്ങനെയാണ് പോയിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ആദ്യം നമ്മൾ ഈ പാറ്റേൺ പ്രിന്റ് ചെയ്യണമെങ്കിൽ സ്പേസിനെ ഹാൻഡിലും ചെയ്യണം, സ്റ്റാറിനെയും ഹാൻഡിൽ ചെയ്യണം. രണ്ടാമത്തെ പാറ്റേൺ ഈ പാറ്റേൺ പ്രിന്റ് ചെയ്യാനും അതുപോലെ തന്നെ സ്പേസും വേണം, സ്റ്റാറും വേണം. പിടിയിട്ടല്ലോ. അപ്പൊ നമുക്ക് ഈ ഫസ്റ്റ് പാറ്റേൺ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് പാറ്റേൺ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മളൊരു ഫോർ ലൂപ്പ് എഴുതും. എന്തിനാണ്? അതിന്റെ റോയെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അതാണ് ഔട്ടർ ഫോർ ലൂപ്പ്. പിന്നെ അതിന്റെ അകത്ത് 2 ലൂപ്പ് വരും. ഒന്ന് എന്തിനാണ്? ഈ സ്പേസിനെ ഹാൻഡിൽ ചെയ്യാനും അടുത്തത് സ്റ്റാർ പ്രിന്റ് ചെയ്യാനും. പിടികിട്ടിയല്ലോ. അങ്ങനെയാണ് നമ്മൾ ഈ ഫസ്റ്റ് പാർട്ട് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് പാർട്ട് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ ആ റോ കൗണ്ടിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോർ ലൂപ്പ് എഴുതി, എന്നിട്ട് സ്പേസ് പ്രിന്റ് ചെയ്യാൻ ഒരു ലൂപ്പ്, സ്റ്റാർ പ്രിന്റ് ചെയ്യാൻ വേറൊരു ലൂപ്പ്. പിടികിട്ടിയല്ലോ. ഇങ്ങനെയാണ് ഇതിന്റെ കൺസെപ്റ്റ്. ഇത് കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഫസ്റ്റ് പാറ്റേൺ പ്രിന്റ് ചെയ്യാനുള്ള ലൂപ്പ് എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇതിൽ എത്ര റോസ് ഉണ്ടെന്ന് അനലൈസ് ചെയ്യുക. അപ്പൊ ഇതിൽ എത്ര റോസ് ഉണ്ട്? 1 2 3 4 5. ശരിയല്ലേ? അതെപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള ലൂപ്പ്. ഓക്കെ, അപ്പൊ 5 റോ അല്ലേ ഉള്ളത്. അപ്പൊ നമ്മൾ എഴുതണം 4 × i = 1, i <= 5 വരെ i++. ഇത് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഇനി എന്താണ്? ഇപ്പം നമ്മുടെ ഫസ്റ്റ് റോയിൽ നിന്ന് തുടങ്ങി 5th റോ വരെ ഐട്രേറ്റ് ചെയ്യാനുള്ള റോയുടെ ലൂപ്പ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്താണ് നമുക്ക് വേണ്ടത്? സ്പേസ് പ്രിന്റ് ചെയ്യാനുള്ള ലൂപ്പ് എഴുതണം. ശരിയല്ലേ? ഇപ്പം ഇത് അനലൈസ് ചെയ്താൽ തന്നെ കാണാം. ആദ്യത്തെ റോയിൽ 4 സ്പേസ്, പിന്നെ 3 സ്പേസ്, 2 സ്പേസ്, 1 സ്പേസ്. ഇങ്ങനെ സ്പേസുകൾ കുറഞ്ഞു വരികയാണ്. അപ്പം 4ൽ നിന്ന് തുടങ്ങി 1 വരെ വരണം. ശരിയല്ലേ? അപ്പം നമ്മൾ നെക്സ്റ്റ് ലൂപ്പ് എഴുതാണ് 4 × j = ഓക്കെ, അപ്പോൾ എത്ര സ്പേസ് ആണുള്ളത്? 4 j > i j -. ഇത് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറയാം. ഇനി ഇത് സ്പേസ് പ്രിന്റ് ചെയ്യാനുള്ള ലൂപ്പ് അല്ലേ? അപ്പം നിങ്ങൾ ജസ്റ്റ് സിസ് ഔട്ടിനകത്ത് സ്പേസ് എന്ന് മാത്രം കൊടുത്താൽ മതി. പിടികിട്ടിയല്ലോ. ഇതാണ് നമ്മുടെ സ്പേസ് പ്രിന്റ് ചെയ്യാനുള്ള ലൂപ്പ്. 4ൽ നിന്ന് തുടങ്ങണം. ഓക്കെ, അത് ഐയുടെ റോയെ. ഇത് എന്തിനാണ് > i എന്ന് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ i ആണ് നമ്മുടെ റോയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ശരിയല്ലേ? ഈ ഐയുടെ റോയെ ഡിപ്പെൻഡ് ചെയ്ത് വേണം സ്പേസ് പ്രിന്റ് ആവാൻ. അതായത് ഫസ്റ്റ് റോയിൽ 4 സ്പേസ്, സെക്കൻഡ് റോയിൽ 3 സ്പേസ്. അപ്പോൾ അങ്ങനെ വേണം ചെയ്യാൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? സ്റ്റാർ പ്രിന്റ് ചെയ്യാൻ. സ്റ്റാർ എന്തെങ്ങനെയാണ്? ആദ്യത്തെ റോയിൽ 1 സ്റ്റാർ, പിന്നെ 2 സ്റ്റാർ, 3 സ്റ്റാർ, അങ്ങനെ 5 സ്റ്റാർ വരെ. ശരിയല്ലേ? സ്റ്റാറിന്റെ എണ്ണം കൂടി വരികയാണ്. അപ്പോൾ നമ്മൾ സ്റ്റാറിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് 4 × അടുത്തൊരു വേരിയബിൾ കൊടുക്കുകയാണ് k. ഓക്കെ, k = ആദ്യത്തെ റോയിൽ എത്രയാണ്? 1 അല്ലേ ഉള്ളൂ. അതും നമ്മുടെ റോയെ ഡിപ്പെൻഡ് ചെയ്താണല്ലോ. ഇപ്പോൾ <= i k++. ഓക്കെ, ഇനി എന്താണ് ഇവിടെ പ്രിന്റ് ചെയ്യേണ്ടത്? സ്റ്റാർ. ശരിയല്ലേ? അപ്പോൾ സിസ് ഔട്ട് സ്റ്റാർ പ്രിന്റ് ചെയ്തു. ഇനിയിപ്പോൾ എന്താണ്? നമ്മുടെ ഫസ്റ്റ് റോയിലെ ഇപ്പോൾ ഇത് ഐട്രേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ആദ്യത്തെ റോയിൽ വരും, അതിൻ്റെ സ്പേസും പ്രിന്റ് ചെയ്യും, സ്റ്റാറും പ്രിന്റ് ചെയ്യും. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഈ സിസ് ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. system.out.println കൊടുക്കരുത്, പ്രിന്റേ കൊടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് പറ്റും? ഓരോ സ്പേസ് പ്രിന്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ലൈനിൽ പോകും. നമുക്ക് അങ്ങനെയല്ല. ഫസ്റ്റ് റോയിലാണ് നിൽക്കുന്നതെങ്കിൽ ഫസ്റ്റ് റോയിലെ എല്ലാ സ്പേസും പ്രിന്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് റോയിൽ പോകാവും. അതുപോലെ സ്റ്റാർ പ്രിന്റ് ചെയ്യുമ്പോഴും ഫസ്റ്റ് റോയിലെ എല്ലാ സ്റ്റാറും പ്രിന്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് റോയിൽ പോയാൽ മതി. അപ്പോൾ പ്രിന്റ് തന്നെ ഇവിടെ രണ്ടിടത്തും കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഫസ്റ്റ് റോയിലെ സ്പേസും സ്റ്റാറും പ്രിന്റ് ചെയ്തതിന് ശേഷം ഇത് നെക്സ്റ്റ് ലൈൻ പ്രിന്റ് ആവണം. അപ്പം ഇത് കൊടുത്തില്ലെങ്കിൽ എല്ലാം കൂടെ ഒറ്റ റോയിലായിരിക്കും ഫുള്ള് പ്രിന്റ് ആവുന്നത്. നമുക്ക് ഒരു റോയിലെ കംപ്ലീറ്റ് ഐട്രേഷൻ കഴിയുമ്പോൾ ഒരു നെക്സ്റ്റ് ലൈൻ പ്രിന്റ് ആവണം. ഇത് നമുക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അപ്പം ഞാനിത് റൺ ചെയ്യാണ്. ആദ്യത്തെ റോയിൽ 1 സ്റ്റാർ, 2 സ്റ്റാർ, 3 സ്റ്റാർ, 4 സ്റ്റാർ, 5 സ്റ്റാർ. സ്പേസിങ്ങും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിടികിട്ടിയല്ലോ. ഇതിപ്പോൾ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് പറയാം.
ഇതിപ്പോൾ 4i ആദ്യത്തെ കേസ് വരുമ്പോൾ എന്താണ് ഐയുടെ വാല്യൂ 1 ആണ്. ശരിയല്ലേ? ഡൗട്ടില്ലല്ലോ. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ? അതെ. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് കയറും. ഓക്കെ. അപ്പോൾ ജെയുടെ വാല്യൂ ഫസ്റ്റ് എത്രയാണ്? 4. ശരിയല്ലേ? അപ്പോൾ 4 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണോ? അതെ. അപ്പോൾ ഇതിനകത്തോട്ട് കയറി ആദ്യത്തെ സ്പേസ് പ്രിൻ്റ് ആയി. ഓക്കെ. എന്നിട്ട് ജെയുടെ വാല്യൂ കുറഞ്ഞു. അപ്പോൾ ജെയുടെ വാല്യൂ എത്രയാണ്? 3 ആയി. ഓക്കെ. 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണോ? അതെ. അടുത്ത സ്പേസ് പ്രിൻ്റ് ആവും. പിന്നെ ജെയുടെ വാല്യൂ വീണ്ടും ഡിക്രിമെൻ്റ് ആവും. 2 ആവും. ഓക്കെ. 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണോ? അതെ. അടുത്ത സ്പേസ് പ്രിൻ്റ് ആവും. ജെ ഡിക്രിമെൻ്റ് ആയി 1 ആയി. 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ശരിയല്ലേ? അപ്പോൾ അടുത്ത സ്പേസ് പ്രിൻ്റ് ആവും. ഓക്കെ. അപ്പോൾ അങ്ങനെ ഈ 4 കേസിലും 4 സ്പേസ് പ്രിൻ്റ് ആവും. എന്നിട്ട് വീണ്ടും ജെയുടെ വാല്യൂ ഡിക്രിമെൻ്റ് ആയി 0 ആവും. അപ്പോൾ കണ്ടീഷൻ ചെക്ക് വരുമ്പോൾ എന്താണ്? 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 അല്ലല്ലോ? അല്ല. അപ്പോൾ ഈ ലൂപ്പിന് പുറത്ത് വരും. അതുകൊണ്ടാണ് 4 സ്പേസ്, അതായത് 1 എത്തുന്നിടം വരെ സ്പേസ് പ്രിൻ്റ് ആവും. അങ്ങനെ 4 സ്പേസ് പിടികിട്ടിയല്ലോ. എന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ആദ്യം എന്താണ്? കെയുടെ വാല്യൂ 1 ആണ്. ശരിയല്ലേ? അപ്പോൾ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണല്ലോ. കെയുടെ വാല്യൂ ഇപ്പോഴും 1 തന്നെ. അപ്പോൾ എന്ത് പറ്റും? ഇവിടെ ഒരു സ്റ്റാർ പ്രിൻ്റ് ആയി. എന്നിട്ട് കെയുടെ വാല്യൂ വീണ്ടും കൂടും. 2 ആവും. അപ്പോൾ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണോ? അല്ല. അപ്പോൾ എന്ത് പറ്റും? ഈ ലൂപ്പിനും പുറത്ത് വരും. എന്നിട്ടൊരു നെക്സ്റ്റ് ലൈൻ പ്രിൻ്റ് ആവും. അപ്പോൾ അങ്ങനെയാണ് 4 സ്പേസും പിന്നെ ഒരു സ്റ്റാറും. 1 എത്തുമ്പോൾ മാത്രമല്ലേ ഇവിടെ സ്റ്റാർ പ്രിൻ്റ് ആവും. 2 വന്നപ്പോൾ ഈ കണ്ടീഷനിൽ നിന്ന് പുറത്ത് വന്നല്ലോ, സ്റ്റാർ ഒന്നും പ്രിൻ്റ് ആയില്ല. അപ്പോൾ 4 സ്പേസും ഒരു സ്റ്റാറും പ്രിൻ്റ് ചെയ്തതിന് ശേഷം ഇത് നെക്സ്റ്റ് ലൈൻ വന്നു. എന്നിട്ട് ഐയുടെ വാല്യൂ കൂടും. 2 ആവും. അപ്പോൾ എന്താണ്? സെക്കൻഡ് റോയിൽ വന്നു. ഇനി സെക്കൻഡ് റോയിലും അതുപോലെ തന്നെ സ്പേസിങ്ങും സ്റ്റാറും പ്രിൻ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ലൈൻ വരും. അങ്ങനെ എത്ര വരെയാണ്? 5th റോ ആവുന്നിടം വരെ ചെയ്യും. പിടികിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത് ഹാഫ് പാർട്ട് കിട്ടി. ഇത്രയും പ്രിൻ്റായി. ഇനി എന്താണ്? ഈ താഴത്തെ പാർട്ട് പ്രിൻ്റ് ആവണം. ശരിയല്ലേ? അപ്പോൾ ഇതും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം. ആദ്യം ഒരു സ്പേസിന് ശേഷം 5 സ്റ്റാർ, 2 സ്പേസിന് ശേഷം 4 സ്റ്റാർ, പിന്നെ 3 സ്റ്റാർ, 2 സ്റ്റാർ. ഇത് സ്പേസ് കൂടി വരുന്നു. ഓക്കെ. സ്റ്റാർ കുറഞ്ഞു വരുന്നു. നേരെ റിവേഴ്സ്. അപ്പോൾ ഇതും നമ്മൾ പഴയ ലോജിക്ക് വെച്ച് തന്നെ നിങ്ങൾ എഴുതുക. ഓക്കെ. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇതിപ്പം ഈ ഫോർ ലൂപ്പിൻ്റെ പുറത്ത് വരിക. ഓക്കെ. എന്നിട്ട് ഒരു ഫോർ ലൂപ്പ് കൂടെ കൊടുക്കുക അടുത്ത പാറ്റേണിനെ ഹാൻഡിൽ ചെയ്യാൻ. അപ്പോൾ എന്ത് കൊടുക്കണം? 4 ഇൻറ്റ് i ഈക്വൽ ടു 1, i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, i പ്ലസ് പ്ലസ്. ഇത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. കാരണം എന്തിനാണ്? ഇത് റോയിൽ ഐട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. ഫസ്റ്റ് റോ തുടങ്ങി 5th റോ വരെ എത്തണം. ശരിയല്ലേ? ഇനി എന്താണ്? സ്പേസിങ്ങിന് വേണ്ടി നമ്മൾ എഴുതണം. അപ്പോൾ ശ്രദ്ധിക്കണം, ആദ്യത്തെ റോയിൽ ഒരു സ്പേസ്, പിന്നെ 2 സ്പേസ്, അങ്ങനെ 5 സ്പേസ് വരെ. അപ്പോൾ ഫസ്റ്റ് റോയിൽ എത്ര സ്പേസ് ആണ് തുടങ്ങുന്നത്? ഒരു സ്പേസ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ ലൂപ്പിനകത്ത് കണ്ടീഷൻ കൊടുക്കുമ്പോൾ 4 ഇൻറ്റ് ജെയുടെ വാല്യൂ എവിടുന്ന് തുടങ്ങണം? ജെ ഈക്വൽ ടു 1. ഓക്കെ. എന്നിട്ട് ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ ജെ പ്ലസ് പ്ലസ് എന്ന് കൊടുക്കുക. ഓക്കെ. എന്നിട്ട് എന്താണ് ഇവിടെ പ്രിൻ്റ് ചെയ്യേണ്ടത്? സ്പേസ് അല്ലേ. സ്പേസ് പ്രിൻ്റ് ചെയ്യുക. ഓക്കെ. ഇപ്പം നമ്മുടെ സ്പേസ് പ്രിൻ്റ് ചെയ്യാനുള്ളത് എഴുതിയിട്ടുണ്ട്. ഇനി എന്താണ് വേണ്ടത്? സ്റ്റാർ. സ്റ്റാർ എന്താണ്? ആദ്യത്തെ റോയിൽ 5 സ്റ്റാർ ആണ്. പിന്നെ ആ സ്റ്റാർ കുറഞ്ഞു വരണം. ശരിയല്ലേ? 1 വരെ. അപ്പം നമ്മൾ ഈ രണ്ടും റോയുടെ കൗണ്ടിനെ ബേസ് ചെയ്തല്ലേ നിൽക്കുന്നത്. അപ്പം നെക്സ്റ്റ് ലൂപ്പ് എഴുതുക. സ്റ്റാർ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് 4 ഇൻറ്റ് കെ ഈക്വൽ ടു ആദ്യത്തെ റോയിൽ എത്ര സ്റ്റാർ ആണുള്ളത്? ഇപ്പോൾ ഈ ഇമേജ് വെച്ചിട്ടാണെങ്കിൽ 5 സ്റ്റാർ ആണുള്ളത്. ശരിയല്ലേ? അപ്പോൾ കെ ഈക്വൽ ടു 5, കെ ലെസ് ദാൻ അല്ല, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഐ കെ മൈനസ് മൈനസ്. ഓക്കെ. എന്നിട്ട് സ്റ്റാർ പ്രിൻ്റ് ചെയ്യുക. ഇവിടെ ഈ ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഇവിടെ ഇപ്പോൾ സ്പേസ് പ്രിൻ്റ് ചെയ്യുമ്പോൾ LN കൊടുക്കരുത്. അതായത് ഒരു റോയിലെ കംപ്ലീറ്റ് സ്പേസിങ്ങും ഫില്ലായതിനു ശേഷമേ സ്പേസ് വരാൻ പാടുള്ളൂ. അപ്പോൾ ഈ സ്പേസിനകത്തൊന്നും സ്റ്റാറിനകത്തൊന്നും ഈ LN കളയുക. ഓക്കെ. എന്നിട്ട് സ്പേസിങ്ങും സ്റ്റാറും പ്രിൻ്റ് ചെയ്തതിന് ശേഷം ഒരു സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എല്ലാം കൊടുക്കുക. പിടികിട്ടിയല്ലോ. ഇനി ഇത് നമുക്ക് എങ്ങനെ പ്രിൻ്റ് ആവുന്നു എന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ റൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് വരും. അതായത് ഇപ്പോൾ ആദ്യത്തെ പാറ്റേണും കറക്റ്റാണ്, രണ്ടാമത്തെ പാറ്റേണും കറക്റ്റാണ്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ചെറിയൊരു ഇത് വന്നു. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എക്സാമ്പിൾ കാണിച്ച ഇമേജിനകത്ത് എങ്ങനെയാണ് ഇത്രയും പിന്നെ ഇവിടെ വരെ പ്രിന്റ് ആയതിനു ശേഷം അതിനുശേഷം 4 സ്റ്റാർ തൊട്ടാണ് തുടങ്ങുന്നത്. വീണ്ടും 5 സ്റ്റാർ ഇട്ടിട്ടില്ല. ശരിയല്ലേ? ഞാനിപ്പോൾ ഈ എക്സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ പാറ്റേൺ പഴയ 2 പാറ്റേണിനെ ഡിവൈഡ് ചെയ്ത് വെച്ചുകൊണ്ടാണ് ഇത് 5 സ്റ്റാറിൽ തുടങ്ങിയത്. ശരിക്കും ഈ 5ാമത്തെ സ്റ്റാർ ഈ ഒരു ലൈൻ വേണ്ട, 4ാമത്തെ സ്റ്റാറിൽ തുടങ്ങിയാൽ മതി. അപ്പം നിങ്ങൾ ഈ 2ാമത്തെ പാറ്റേണിന്റെ ഫോർ ലൂപ്പ് എഴുതിയതിനകത്ത് സ്റ്റാർ പ്രിന്റ് ചെയ്യില്ലേ, അവിടെ k ഈക്വൽ ടു 5 എന്നല്ല, അതായത് എത്ര സ്റ്റാർ തൊട്ടെന്നല്ല, എത്ര സ്റ്റാർ വേണമെന്നല്ല ഇതിനകത്ത് ആദ്യം കൊടുക്കുന്നത്. അപ്പോൾ 5ന് പകരം 4 കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് പ്രിന്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിരിക്കും. ഇതാ
നന്നായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ മാറ്റി കൊടുക്കണമെങ്കിൽ ഞാൻ മുമ്പത്തെ എക്സാമ്പിൾ പറഞ്ഞ പോലെ സ്കാനറിൻ്റെ ഒബ്ജക്റ്റ് വെച്ചിട്ട് റോ കൗണ്ട് എത്രയാണെന്ന് വാങ്ങിയിട്ട് അത് കൊടുത്ത് ഐട്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് സ്റ്റാർ അല്ലാതെ ഏത് പാറ്റേൺ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ സ്റ്റാറിന് പകരം നിങ്ങൾക്ക് എക്സാമിന് ചിലപ്പോൾ 1, 2 അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാം. അപ്പോൾ ഈ ബാക്കി എവിടെയും ചേഞ്ച് വരുത്തേണ്ട കാര്യമില്ല. കാരണം എന്താ, സ്പേസിങ്ങും എല്ലാം സെയിം അല്ലേ, പ്രിൻറ്റ് ചെയ്യേണ്ട സാധനം മാത്രം വ്യത്യാസം. അപ്പോൾ ഈ രണ്ടിടത്തെയും സ്റ്റാറിന് പകരം ഇപ്പോൾ നിങ്ങൾ 1 എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റാറിൻ്റെ സ്ഥാനത്ത് അതേ രീതിയിൽ 1 പ്രിൻ്റ് ആവും. പിടികിട്ടിയല്ലോ, ഇങ്ങനെ വന്നു ഇങ്ങനെ. ഓക്കെ, ഇനി അതുപോലെ നിങ്ങൾക്ക് വേറെ എന്ത് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആംബസെൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആംബസെൻ്റ് പ്രിൻ്റ് ആവും. അതുപോലെ തന്നെ സ്ലാഷ് കൊടുത്താൽ സ്ലാഷ് പ്രിൻ്റ് ആവും. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഇവിടെ അറ്റ് കൊടുത്ത് കാണിക്കാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ അറ്റ് കൊടുത്താൽ ആ പാറ്റേണിൽ അറ്റ് പ്രിൻ്റ് ആവും. ഇതാ അറ്റ്, മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു പാറ്റേൺ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ സ്പേസിങ്ങിന് ശേഷം ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്താൽ മതി. പ്രിൻറ്റ് ചെയ്യേണ്ട കാര്യം മാത്രം മാറ്റി കൊടുത്താൽ മതി, ബാക്കിയെല്ലാം സെയിം തന്നെ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. താങ്ക് യു.